ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഹാൻസ് വേൾഡ്. അപ്പോൾ അഹാൻസ് വേൾഡിൽ നിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ വിത്ത് അഹാൻ ബേബിയും കൊണ്ടുള്ള എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫെയർ ആൻഡ് ലവ്ലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഡെയിലി ക്രീമാണ് ഫെയർ ആൻഡ് ലവ്ലി. അപ്പോൾ അവനെയും കൊണ്ട് നമ്മളിപ്പോൾ ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ ഒത്തിരി മേക്കപ്പ് പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്ത് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ബേബി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങും എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. അതവൻ വന്ന് വിഷയം ഉണ്ടാക്കിയതാണ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ. നിങ്ങളുടെ ഷെയ്ഡ് ഏതാണോ, അതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻ ഏതാണോ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷനും ഇട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്യൂട്ടി ബ്ലെൻഡർ ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക, ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കണം. ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങളിന്നൊന്ന് റെഡി ആവുകയാണ്. ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി റെഡി ആവുകയാണ്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ഇനി കാജൽ എഴുതി കൊടുക്കുകയാണ്. കണ്ണിൻ്റെ അടിഭാഗത്ത് കാജൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. മുടി രണ്ട് വശവും ഇങ്ങനെ സ്ലൈഡ് കുത്തി ജസ്റ്റ് എടുത്തിട്ട് കുളിപ്പിന്നൽ പോലെ എടുത്തിട്ട് പിരിച്ച് കൊണ്ടുവന്നിട്ട് രണ്ട് സൈഡിലും സ്ലൈഡ് കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കമ്മൽ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആകുമ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഗെറ്റ് റെഡി വിത്ത് ആഹാ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെയാണ് ഒന്ന് റെഡിയായി നമ്മളൊന്ന് പുറത്ത് പോകാൻ നേരം എങ്ങനെയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ടാസ്ക് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു അത് ചെയ്ത് നോക്കിയവർക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും. അപ്പോൾ എൻ്റെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.